യാക്കോബായ സഭയുടെ ആഭിമുഖ്യത്തിൽ പുത്തൻകുരിശിൽ നടത്തപ്പെടുന്ന 35ാമത് അഖില മലങ്കര സുവിശേഷ മഹായോഗത്തിന്റെ ഉദ്ഘാടനം ഡിസംബർ 26-ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സുവിശേഷ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഏലിയാസ് മാർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. മലങ്കര മെത്രാപ്പൊലീത്തയും എപ്പിസ്കോപ്പൽ സുന്നഹദോസ് പ്രസിഡന്റുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. ഈ വർഷത്തെ 35ാമത്തെ സുവിശേഷ മഹായോഗം എന്ന് പറയുന്നത് 1990 ജൂൺ മാസം 17-ാം തീയതി ഈ ചാപ്പലിൻ്റെ മുറ്റത്ത് വെച്ച് തുടങ്ങിയതായ ആരംഭം കുറിച്ചതായ യോഗമാണ്. ആരംഭം കുറിച്ച ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മാർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ വേർപിരിഞ്ഞു പോയിട്ട് കാലം ചെയ്തിട്ടാദ്യമായിട്ടാണ് ഇന്നത്തെ ഈ വർഷത്തെ യോഗം നടത്തപ്പെടുന്നത്. ബാവയുടെ പൂർണ്ണ സാന്നിധ്യമില്ലാത്തതായ ഒരു സുവിശേഷ മഹായോഗം. പക്ഷേ ബാവായുടെ ആത്മീയ സാന്നിധ്യം ഈ സുവിശേഷ പന്തലിലും ഈ സുവിശേഷത്തിലും നിറഞ്ഞു നിൽക്കുന്നു. സുവിശേഷ പ്രവർത്തകർക്ക് ബാവായെ വിസ്മരിച്ചുകൊണ്ട് ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇതെല്ലാം നട്ടതും ഇതെല്ലാം വളർത്തിയതും ഞങ്ങളെ ഓരോരോ ചുമതല ഏൽപ്പിച്ചതും ബാവ തന്നെയാണ്. അതുകൊണ്ട് ബാവായെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുകയില്ല. ദൃശ്യ പത്ര മാധ്യമ സഹോദരങ്ങളായി നിങ്ങൾക്ക് മറക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ ഒരു പിതാവിനെ പോലെയാണ് ബാവായെ നിങ്ങളെപ്പോഴും കാണുന്നത്. അപ്പോൾ ബാവ പൂർണ്ണ സാന്നിധ്യമില്ലാത്ത ആദ്യത്തെ ഒരു സുവിശേഷ യോഗം 35ാമത്തെ സുവിശേഷ യോഗമാണ് നടത്തപ്പെടുന്നത്. ബാവ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ബാവ പ്രാർത്ഥിക്കും. വാത്സല്യമുള്ള സഹോദരങ്ങളെ, 35ാമത്തെ അഖില മലങ്കര സുവിശേഷ മഹായോഗത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു 15,000 പേർക്കോളം ഇരിക്കാവുന്ന പന്തലുകൾ പരിശുദ്ധ സഭയുടെ ആസ്ഥാന മൈതാനിയിൽ ഇപ്പോൾ അതിവേഗം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു ദുഃഖ സാഗരം ബാവായുടെ വേർപാട് മൂലം ഉണ്ടെങ്കിലും ആത്മീയമായി പൂർണ്ണമായി സന്തോഷിക്കത്തക്ക രീതിയിൽ കത്തോലിക്ക യാക്കോബായ മാർത്തോമാ സഭകളിലെ നല്ല പ്രാസംഗികരായിരിക്കുന്ന വൈദികരെ ഈ വർഷത്തെ സുവിശേഷ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ സുവിശേഷ മഹായോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് സഭയുടെ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ പ്രാദേശിക തലവനായി നിന്നുള്ള മലങ്കര മെത്രാപ്പൊലീത്തായും നിയുക്ത കാതോലിക്കയായുമായ മാർ ഗ്രിഗോറിയോസ് തിരുമേനി അധ്യക്ഷനായിരിക്കും. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കത്തോലിക്ക സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ പിതാവായ റാഫേൽ തട്ടിൽ പിതാവാണ്. ഈ യോഗം 35ാമത്തെ അഖില മലങ്കര സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് സഭകളിലെ സുപ്രസിദ്ധ പ്രാസംഗികരായിരിക്കുന്ന നല്ല പ്രാസംഗികരെ ഈ വർഷത്തെ സുവിശേഷ മഹായോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറമേൽ അച്ഛനെ ജനങ്ങൾ ആവശ്യപ്പെട്ടു ക്ഷണിക്കണമെന്ന്. അതുപോലെ തന്നെ പ്രസംഗിക്കുന്ന നല്ല പ്രാസംഗികരായിരിക്കുന്ന വൈദികരെ മറ്റ് സഭകളിൽ നിന്നുകൂടിയും ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയിലെ നല്ല പ്രാസംഗികരെ മാറി മാറി ക്ഷണിക്കുന്നു. ഈ വർഷവും നല്ല പ്രാസംഗികരെ ക്ഷണിച്ച് അവരുടെ പൂർണ്ണ സാന്നിധ്യവും സുവിശേഷ പ്രസംഗവും ജനത്തിന് കേൾക്കത്തക്ക രീതിയിലാണ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ഈ വർഷവും ഒരുക്കിയ യോഗങ്ങൾ ഈ സുവിശേഷ യോഗത്തിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 10,000-നും 15,000-നും ഇടയിലുള്ളതായ ജനങ്ങൾ ഈ യോഗത്തിൽ വന്ന് പങ്കെടുക്കും. അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകൽ യോഗങ്ങളും രാത്രി യോഗങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ സഭയിലെ എല്ലാ ഭക്തസംഘടനകളുടെ പേരിലും പകൽ യോഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വർഷം മറ്റൊരു പ്രത്യേകതയുള്ളത് ഏലിയാസ് സംഗമം കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഏലിയാസ് പരിശുദ്ധനായ ഇഗ്നാത്തിയോസ് ഏലിയാസുദ്ദീൻ പത്രിയർക്കീസ് ബാവായുടെ പേരോടുകൂടിയ നാമധാരികളായിരിക്കുന്ന ഏലിയാസുമാരും
അവരോടുകൂടി ശുശ്രൂഷാഗണങ്ങളുടെയും ചേർന്ന സംയുക്ത ഒരു യോഗം, പകൽ യോഗം ക്രമീകരിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂള്, യൂത്ത് അസോസിയേഷൻ, മർത്തമറിയം സമാജം, കുടുംബ യൂണിറ്റുകൾ ഇതെല്ലാം മാറി മാറി യോഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ യോഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ മുൻ വർഷത്തേതിനേക്കാൾ കൂടുതലായി നന്നായി നടത്തത്തക്ക രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഭാരവാഹികളെല്ലാം ചേർന്ന് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു.